ഹലോ എവ്രി വൺ, ഇന്നൊരു സ്കിൻ കെയർ വ്ളോഗ് ചെയ്യാനുള്ള മൂഡിലാണ്. ഇന്ന് ഹോളിഡേ ആണ്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കുറേ സമയമുണ്ട്. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു 5 സ്റ്റെപ്പ് സ്കിൻ കെയർ മോർണിംഗ് റൊട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് നമ്മളൊരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അഹാഗ്ലോയുടെ ഫേസ് വാഷ് ആണ്. നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് എനിക്ക് ഒരു 6-7 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫോമിങ് ഫേസ് വാഷ് ആണ്. ഇതിങ്ങനെ ഫോം പോലെ വരും. ഇതാണെങ്കിൽ എൻ്റെ യൂസ് ചെയ്ത് തീർന്നു. ഇനി എനിക്ക് പുതിയത് മേടിക്കണം. അപ്പോൾ ഈ ഫോമിങ് ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതാണ്. കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് കോസ്റ്റ്ലി ആണ്, ബട്ട് ആക്നേക്കൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. എൻ്റെ സ്കിൻ ഭയങ്കര പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. ബട്ട് ഇപ്പോൾ പിമ്പിൾസ് വരുന്നത് വളരെ കുറവാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാം. ആക്ച്വലി ഒരു 30s കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ടോണറാണ്. ഇത് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇത് ബയോനെക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ടോണറിൻ്റെ പേര് വരുന്നത്. എനിക്കിത് ഖത്തറിലെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാണ്. എൻ്റെ ഫേസ് നല്ല ഓയിലിയാണ്. അപ്പോൾ ഈ പോസ് ഒക്കെ നല്ല എൻലാർജ് ആയിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു റെമഡി എന്ന പോലെ തന്നതാണ് ഈ ടോണർ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും തോന്നി. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ ഡേർട്ടൊക്കെ നന്നായിട്ട് പോകും. കണ്ടോ, ഈ കോട്ടണിൽ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിൻ്റെ പേര് ഡെക്സറിൽ നിന്നാണ്. ഇതും എനിക്ക് ഖത്തറിൽ നിന്ന് ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാണ്. ഞാൻ ആക്നെ മോയ്സ്റ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത് തീർന്നപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയ ഒരു മോയ്സ്ചറൈസറാണിത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഫ്രാഗ്രൻസ് അങ്ങനെ ഒന്നുമില്ല. സ്മെല്ലൊന്നും നമുക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സ്മെല്ലൊന്നും ഇല്ലാത്തത് കൂടുതൽ ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നന്നായിട്ട് ഫേസൊക്കെ മോയ്സ്ചറൈസ് ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ ഇല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ്. ഞാനിപ്പോൾ പുറത്തേക്കൊന്നും പോകുന്നില്ല. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ലാപ്ടോപ്പിൻ്റെ ലൈറ്റ്സ് ആണെങ്കിലും ഫോണിൻ്റെ ലൈറ്റ്സ് ആണെങ്കിലും അല്ലാതെ വരുന്ന UV റേസ് ആണെങ്കിലും ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫോട്ടോസ്റ്റേബിളിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 600-700 ആ ഒരു റേഞ്ചാണ് ഈ സൺസ്ക്രീനിൻ്റെ റേറ്റ് വരുന്നത്. ഭയങ്കര അടിപൊളിയാണ്. മാറ്റ് ഫിനിഷ് ആണ്. ഓൾസോ ഇത് SPF 55 ആണ്. പിന്നെ എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. നമ്മുടെ ലിപ്പിനൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യാറില്ല. ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ തോന്നുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കാറുള്ളത്. അപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ബാക്കി 4 സ്റ്റെപ്പ് ഞാൻ എല്ലാ ദിവസവും ചെയ്യും. അതെൻ്റെ ഫേസിൽ ആ എഫക്റ്റ് കാണാനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ. നിങ്ങളുടെ സപ്പോർട്ട് നോക്കിയിട്ട് നൈറ്റ് ടൈം റൂട്ടീനും ഞാൻ ചെയ്യാം.